തുടർച്ചയായിട്ടുള്ള 11ാം ദിവസവും ജനസാഗരം തീർത്തുകൊണ്ട് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഓടപ്പന ചിത്രത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റിനെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ വിജയം തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 10 ദിവസങ്ങൾ തന്നെ പിന്നിട്ടപ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് 246 കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രം ഒരു അപൂർവ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു കളക്ഷൻ റെക്കോർഡ് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ തകർത്തിരിക്കുകയാണ്. 250 കോടി ചിത്രം 11ാം ദിവസമായിട്ടുള്ള ഇന്നുകൊണ്ട് കളക്ട് ചെയ്തെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അങ്ങനെ മലയാള സിനിമയ്ക്ക് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റോടെ പിറന്നിരിക്കുകയാണ്. 2024 മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 245 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സ്വന്തമാക്കി മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ സ്വന്തമാക്കി ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറും 11 ദിവസം കൊണ്ടാണ് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു റെക്കോർഡ് തകർത്തിരിക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഇനി മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് നേടണമെങ്കിൽ ഒരുപക്ഷെ ലാലേട്ടൻ ചിത്രം തന്നെ വരണമെന്നാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 11ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തീയായിട്ട് മുന്നേറുന്ന കാഴ്ചയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 5 കോടിക്കടുത്തുള്ള തുക ചിത്രത്തിന് 11ാം ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചിത്രം 11ാം ദിവസമായിട്ടുള്ള ഇന്ന് മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 മുതൽ 7 കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട്. കേരളത്തിൽ മികച്ച പ്രതികരണം നേടി മികച്ച കളക്ഷനുമായിട്ട് മുന്നേറുന്ന ചിത്രത്തിന് എന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വലിയ ഒരു മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. ഓവർസീസിൽ നിന്നായിട്ട് ആദ്യ 5 ദിവസം കൊണ്ട് 120 കോടി സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ടുള്ള 6 ദിവസം കൊണ്ട് ഏകദേശം 20 കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കി അവിടെ ഒരു തകർച്ചയിലോട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് രണ്ടാം വാരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിഷു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഈ ആഴ്ച വരുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം മികച്ച കളക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ എത്ര കോടി രൂപയായിരിക്കുന്നതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.